ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ഒരു കുക്കിയുടേതാണ്. എല്ലാ പ്രായക്കാർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫി ആൽമണ്ട് കുക്കി. വൈകുന്നേരങ്ങളിൽ കോഫിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അപ്പോൾ നമ്മുടെ കോഫി ആൽമണ്ട് കുക്കി ഉണ്ടാക്കുന്നതിന് ആദ്യം പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, ഇവയെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇവ ഒരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇവ മാറ്റിവെക്കാം. അടുത്തത് മറ്റൊരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇവ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് സോഫ്റ്റായ ബട്ടറാണ്. ഇതിൻ്റെ തൂക്കം 113 ഗ്രാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. അളവ് കപ്പിൽ ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് നിറച്ചെടുക്കണം. 1/2 കപ്പ് വൈറ്റ് ഷുഗർ. ഇവ മീഡിയം സ്പീഡിൽ ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ബേക്കിംഗ് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കുറേ നല്ല കുക്കീസിൻ്റെയും കേക്കുകളുടെയും റെസിപ്പി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയിൽ സ്നോബോൾ കുക്കി, കോൺഫ്ലെക്സ് കുക്കി, കോഫി ബീൻ കുക്കി, അങ്ങനെ പലതരത്തിലുള്ള കുക്കീസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈമിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെഡ് വെൽവെറ്റ് സാൻഡ്വിച്ച് കുക്കിയും കാരമൽ ആൽമണ്ട് കുക്കിയും ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട കുക്കീസാണ് ഇവയെല്ലാം. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. അവയുടെ എല്ലാ ലിങ്കും ഐക്കാർഡിലും എൻസ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഷുഗർ മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ടില്ല കേട്ടോ. ഈ സമയത്ത് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അതിന് മറ്റൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളവും 1 മുട്ടയും ചേർത്ത് ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. വെറ്റ് ഇൻഗ്രീഡിയൻസ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇവ 2-3 പ്രാവശ്യം ഒഴിച്ച് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സ്പാറ്റില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് പൊടികളൊന്നും കാണാത്ത രീതിയിൽ കമ്പൈൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് മിക്സ് ആകരുത്. ഇപ്പോൾ നന്നായി കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായി 1/2 കപ്പ് ചോപ്പ് ചെയ്ത ബദാമും 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതും ഓവറായിട്ട് മിക്സ് ആകരുത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഇവ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കുക്കിക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. കുക്കീസ് എല്ലാം ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഐസ്ക്രീം സ്കൂപ്പറാണ് എടുത്തിരിക്കുന്നത്. സ്കൂപ്പറിൽ ഡോ ഫുള്ളായിട്ട് എടുത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഡോ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ. കാരണം ബേക്കായി വരുമ്പോൾ സ്പ്രെഡ് ചെയ്ത് കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. നമുക്കിവ പല പ്രാവശ്യമായിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ബാച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവ പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം.
ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ബേക്കിംഗ് കഴിയുമ്പോൾ കുക്കി സോഫ്റ്റ് ആയിരിക്കും. ചൂടെല്ലാം ആറി കഴിയുമ്പോഴാണ് കുക്കിയുടെ സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഈ കുക്കിയുടെ സൈഡുകളെല്ലാം ക്രിസ്പിയും സെൻറ്ററിൽ സോഫ്റ്റുമായിരിക്കും. എനിക്കിവിടെ 14 മിനിറ്റിലാണ് കുക്കി ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഓവനിൽ നിന്നെടുത്ത് 5 മിനിറ്റിന് ശേഷം വയറാക്കിലേക്ക് മാറ്റുക. ചൂടെല്ലാം ആറിയതിന് ശേഷം സെർവ് ചെയ്യാം. ഈ മിക്സിൽ നിന്ന് എനിക്ക് 19 കുക്കീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്